ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട രണ്ട് സഹോദരിമാരാണ് എനിക്കൊപ്പം ചേരുന്നത്. കോട്ടയിൽ വീട്ടിൽ സുഭദ്രയും വത്സലയും. ചേച്ചി, നിങ്ങൾ രണ്ടുപേരും അവിടെ ജോലിക്ക് പോയിരുന്നതല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നപ്പോഴാണോ എന്താ ഉണ്ടായത്? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എണീറ്റ് ഓടി. ഒരു പൊട്ടലിന് തന്നെ അവിടെ അങ്ങനെ ആകെ പുകയും മറയൊക്കെ ആയിട്ട് കണ്ണൊന്നും കാണാൻ പറ്റാണ്ടായി. ഈ പൊടി പറക്കലും ഇല പറക്കലും ഒക്കെ ആയിട്ട് പിന്നെ ഓടും കഷ്ണം പൊട്ടി വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എണീറ്റ് ഓടി. എവിടുന്ന ഭക്ഷണം കഴിച്ചിരുന്നത്? ഭക്ഷണം അവിടെ തന്നെ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ടാണ് കഴിക്കുക. ആ അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ തന്നെയാണല്ലേ? അതെ അതെ, അവിടെ ഇരുന്ന് തന്നെ കഴിക്കുക. അപ്പൊ തീ കത്തി വരുന്നത് കാണുന്നുണ്ടോ? ഇല്ല, കണ്ടില്ല. ഞങ്ങളിങ്ങനെ പണിതുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അല്ലാണ്ട് വേറൊന്നും കണ്ടില്ല ഞങ്ങൾ. പുകയായിരുന്നു മൊത്തം അല്ലേ? അപ്പം പിന്നെ ആകെ പുകയും കണ്ണേ കാണാനില്ല. ആകെ പൊടി പറന്നിട്ടും പുകയിട്ടു. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. കിഴക്കേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്രയ്ക്ക് പുകയും എന്തൊക്കെ ആയിട്ട്. ഉം. അപ്പം വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. ഞങ്ങൾ ഓടി അവിടെ കൈ നിന്ന്. പിടിച്ചോടിയോ? കയ്യൊന്നും പിടിച്ചില്ല. പറ്റിയോര് ഓടി അവിടെ നിന്ന്. അല്ലാണ്ട് കയ്യും കാലൊന്നും അല്ല, പിടിക്കാൻ ഒരുമിച്ച് നേരത്തില്ല. ഒരുമിച്ചായിരുന്നില്ലേ? ചേച്ചി വേറെ ഒരിടത്തില് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. അപ്പുറത്ത് ഇപ്പുറത്തെന്ന് പറഞ്ഞ പോലെ ഇരിക്കുകയായിരുന്നു. ആ. അപ്പോൾ അവരാര് പറ്റിയവരൊക്കെ അങ്ങനെ ആ. പുറത്തേക്ക് ഓടിപ്പോയി. പിന്നെ എത്ര പേരങ്ങനെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ? അവർ എൻ്റെ കണക്കിൽ ഒരു അഞ്ചാറ് ആൾക്കാർ ഉം. ഞാൻ കണ്ടു. ആരൊക്കെയാന്ന് ഓർമ്മ ഉണ്ടോ? ഞങ്ങൾ രണ്ടാളും ഓടി. പിന്നെ വേറൊരു അവരോടത്തെ ആ. അനിത ബാബു എന്ന് പറയുന്നത്, ആ. അവര് എവിടേക്കോ ഓടിയെന്ന് ഞങ്ങളെ. പക്ഷെ അവള് പാടത്ത് നടന്നു വരുന്നുണ്ടു. ആ. അപ്പം ഞങ്ങളുടെ ഒപ്പമല്ലായിരുന്നു അവൾ. ഈ തിരി ഇങ്ങനെ കൊണ്ട് പരത്തിയിടാൻ പോയതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ട് കേട്ടപ്പോൾ അവൾ പാടത്തേക്ക് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ പാടവശത്തൂടെ വന്നിരുന്നു. ഞാനിങ്ങനെ ഇങ്ങോട്ട് പോയി. ആ. അപ്പോൾ അവൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു കണ്ടു. പിന്നെ അങ്ങനെ റോഡിലേക്ക് അങ്ങനെ കുറച്ച് വഴിയുണ്ട് റോഡിലേക്ക് പോകാനായിട്ട്. ആ. അങ്ങനെ റോഡിലേക്ക് എത്തി. ഉം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ അങ്ങനെ അവളെ പിന്നെ വരുന്നുണ്ടെങ്കിലും പിന്നെ അവളെ എവിടേക്ക് പോയിരുന്നു ഞാൻ കണ്ടില്ല. ആ. അപ്പം പിന്നെ കുറച്ച് വഴിയാണ് പോയപ്പോൾ ഒരു ആളുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇവരുടെ പേര് ചോദിച്ചപ്പോൾ അവർ അനിതയും ബാബുവും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നപ്പോൾ ഇവള് കാലൊക്കെ ഒഴിഞ്ഞിട്ട് വലിയ പരവശമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെന്ന് ചോദിച്ചപ്പോൾ കാലൊക്കെ ചുട്ടു നീറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാല് നോക്കുമ്പോൾ പൊള്ളൽ അങ്ങനെ ഒന്നും കാണാനില്ല, ഒരു പരുക്കും കാണാനില്ല. പക്ഷെ കാല് ചുട്ടു നീറുണ്ടെന്ന് അവൾ പറഞ്ഞത്. അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറയണത് ഉള്ളിലേക്ക് ചൂടടിച്ചു എന്ന്. അതെങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ കത്തിയുണ്ടോന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ പൊട്ടുന്നതിൻ്റെ അടുത്തേക്ക് അവൾക്ക് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ കുറേ ഇപ്പുറത്ത് അവൾ എന്നിട്ടും തിരിയിട്ടാൻ പോയത്. എന്നിട്ടും പൊള്ളലുണ്ടായി. ആ, അപ്പം അത് അങ്ങനെ അവിടെ കത്തിയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കൂടുതൽ ഞാൻ ചോദിക്കാൻ നിന്നില്ല. അവൾ വലിയ പരവശമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനെ അതായത് നമ്മൾ ആശുപത്രിയിൽ എന്തോരം ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ആൾക്കാർ അവിടെ ഐസ് വെള്ളം കൂടുന്നത് മേലൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ അവിടെ കത്തണത് കാണുന്നുണ്ട്. അവിടെ ഇടയ്ക്ക് പൊട്ടുന്ന കേൾക്കാണ്ട്, മിന്നലും കാണാണ്ട്. കുറച്ച് ദൂരം നിന്നിട്ടായാലും കുറേ ആൾക്കാരൊക്കെ ഈ പൊട്ടൽ കേട്ടിട്ട് റോട്ടിൽ വന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ കുട്ടംകുളം പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ ധാരാളം ആൾക്കാർ, സാധാരണത്തെ പോലെയല്ലല്ലോ, കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ആ റോഡ് നിറയെ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി ഏത് വഴിക്കാണ് പോയെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ഓടിയിട്ടൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പുല്ലിലൊക്കെ തീ പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ മരുന്നുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ തീ പിടിച്ചാൽ പെട്ടെന്ന് പുല്ലിരിക്കും, പിടിക്കില്ല. പിന്നെ അവിടെ ഒരു റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിത്തെറിക്കില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഓടിയും തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ തീയും കണ്ടു. അപ്പോൾ ഇവള് ഓടി വരുമ്പോൾ ഇവളവിടെ വീണു. അപ്പോൾ ഇവള് വീണപ്പോൾ ഞാൻ അവളെന്നെ പിടിക്കാൻ പോയപ്പോൾ ഇവള് എന്നോട് പൊക്കോന്ന് പറയുന്നത്. ഞാൻ പോവോ? അപ്പോൾ ഇവളെന്നെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ വേറൊരു ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന മുട്ടുകുത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അത് എനിക്ക് ഓടിയപ്പോഴായിരിക്കണം അതിൻ്റെ കാലിൻ്റെ കുഴ തെറ്റി. എങ്ങനെയാന്ന് നമുക്കതൊന്നും അറിയണില്ല. അത്ര നേരം ശരിക്കും നടന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പെട്ടെന്ന് തിരിഞ്ഞ് ഓടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതാ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുട്ടുകുത്തിയിട്ട് വരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, നോക്കിയേ ഒരാൾ മുട്ടുകുത്തിയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാളെന്നെ. അപ്പം ഞാൻ ഈ ചേച്ചിനെ വിട്ടിട്ട് ആ ചേച്ചിനെ പിടിക്കാൻ പോയി. പാടത്തിന്റെ പുറത്തേക്ക് എത്തിയിരുന്നു. ഇല്ല, പാടത്തിന് പുറത്ത് പാടം ഇപ്പുറത്ത് താഴെ പാടം. ഇവിടെ ഒന്നും പണിയാത്ത, അതും പാടം തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കണത് അടുത്ത ഭാഗത്ത്. അപ്പോൾ എൻ്റെ ചേച്ചീനെ വിട്ടിട്ട് ഞാൻ ആ ചേച്ചീനെ പിടിക്കാൻ പോയി. അപ്പോൾ എനിക്കും ചേച്ചീനെ കുറച്ച് തടിയുണ്ട്, പിടിച്ചാൽ കിട്ടണില്ല. ആ ചേച്ചി നിൽക്കാനും പറ്റണില്ല. അപ്പോൾ ആ ചേച്ചീനെ കൊണ്ടുവരേണ്ട ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ വിൻസേട്ടൻ എന്ന് പറയും. ആ ചേട്ടനെ വിളിച്ചു, ചേച്ചിക്ക് നടക്കാൻ പറ്റണില്ല. പിന്നെ തീ ഇങ്ങനെ അവിടെ കത്തി ഇങ്ങോട്ട് ഇങ്ങനെ വരികയാണേ. അപ്പോൾ കൂടുതൽ വരില്ല, ഇതിനെ നടക്കാനും പറ്റണില്ലല്ലോ. അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ എന്നോട് പിടിക്കാൻ പറഞ്ഞു. എനിക്കൊന്നും അതിനെ പിടിച്ചാൽ പോകുന്നില്ല. ആ ചേട്ടനും പിടിച്ചാൽ പോകുന്നില്ല. എല്ലാവർക്കും വിഷമമായില്ലേ, നല്ല ഭാരമുണ്ട്. അപ്പോൾ റോട്ടിലെ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അവരേനെ വിളിച്ച്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരുണ്ട് വന്നു. പിന്നെ ഇവിടെ കൂടെ പൊട്ടുക കാരണം ആൾക്കാർക്ക് നല്ല പേടി ഉണ്ട്.
അങ്ങനെ ഈ മരുന്ന് നിറയ്ക്കുന്നോടന്ന് പൊട്ടിയുടെ കൊണ്ട് ഒരു മനുഷ്യൻ തെറിച്ചിട്ട് ഈ പാടത്തേക്ക് വന്ന് വീണിട്ട് മേലൊന്നും തോലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ തോലും പോയി വെളുത്ത് നിറയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ എന്നെ പിടിക്കുന്നുണ്ട് ആളിരുന്ന് കരയുണ്ടാവും അങ്ങനെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയിട്ട് പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ചേട്ടനെ പിടിക്കാൻ പറ്റണില്ല. അറിയില്ല, അവിടെ പണിക്ക് വന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ നാട്ടുകാരനല്ല, പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടേ. അപ്പോൾ അതിലത്തെ ഒരാളാണ്. ചേച്ചിക്ക് തലയ്ക്ക് എങ്ങനെ പറ്റി? അത് എനിക്ക് ഓടുമ്പോൾ ഒരു സംഭവം എന്താണെന്നറിയില്ല, ഒന്ന് വന്ന് വീണു തലയിൽ. എന്താ വീണെന്ന് അറിയില്ല. അപ്പം അത്രയും ആ കുഴപ്പമൊന്നുമില്ല, ഓർമ്മയ്ക്കുണ്ടായിരുന്നു, ഓർമ്മ പോയിട്ടൊന്നുമില്ല. കുറച്ച് താഴ്ന്നുണ്ട്, 3 സ്റ്റിച്ചാണ്, പക്ഷെ കുറച്ച് താഴ്ന്നുണ്ട്. നീളഞ്ഞല്ല ഇങ്ങനെ വന്ന് വീണുണ്ടാവേ. വലിയൊരു ഭാഗ്യമാണ് പിന്നെ അത് പണിയോടന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റി. പണി ഞങ്ങളുടെ തിരിമുക്കലായിരുന്നു ഞങ്ങളുടെ പണി. അത് പണി കഴിഞ്ഞു, ആളങ്ങോട്ട് പോയി വേറെ എന്തോ തന്നെ. അപ്പം ഈ നനച്ചിട്ടെന്ത് പണിയിൽ കഴിഞ്ഞു. അപ്പം എഴുന്നേറ്റ് നിന്നു. ആ കാരണം പെട്ടെന്ന് ഓടാൻ പറ്റി. ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കുറേ നേരം ഇരുന്നിട്ടൊന്ന് അത് എനിക്ക് നിൽക്കുക കാരണം രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഞാൻ പല സ്ഥലത്തായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ തീ ഇങ്ങനെ പറന്നു പോയിട്ട് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടില് കേട്ടിരുന്നു, പൊട്ടിലും മിന്നലൊക്കെ. പിന്നെ നമുക്കധികം കൂടുതലൊന്നും നോക്കി നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ കൂടുമ്പോൾ അവളെ റോട്ടിൽ നിന്നിട്ട് ചേച്ചി ഇങ്ങോട്ട് ഓടിവാ, ചേച്ചി ഇങ്ങോട്ട് ഓടിവാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുകയാണേ. അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് ഓടിവാ, ചേച്ചി ഇങ്ങോട്ട് ഓടിവാ എന്നിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ മുന്നോട്ട് തന്നെ ഓടിപ്പോയി. പിന്നെ നമുക്ക് വേറെ അങ്ങോട്ട് പോകാനും അവരെ ആൾക്കാരെ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ. ടി വി കണ്ടോ ചോദിച്ചാൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള ആൾക്കാരെ മുഴുവനൊന്നും അതിലൊന്നും കാണാനില്ല നമുക്ക്. അപ്പോൾ ആരൊക്കെ 2 ആൾക്കാരെ മരിച്ചത് ശരിക്കും പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ ആരൊക്കെ മരിച്ചു എന്നുള്ളത് അറിയണില്ല. വയ്യാണ്ട് ആയുധം ആർക്കാണെന്ന് കുറച്ച് ആൾക്കാരെ പേര് മെഡിക്കൽ കോളേജിൽ എഴുതി വെച്ചത് കണ്ടു. മരിച്ച ആൾക്കാരെ ആരൊക്കെയാന്ന് എല്ലാവർക്കും അറിയില്ല, ആരാന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്താ പറയുക, വിഷമം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ആരൊക്കെ പോയി എന്നുള്ളത് നമുക്ക് അറിയണില്ലേ. പിന്നെ എല്ലാവരെയും അറിയില്ല, പല സെക്ഷനായിട്ട് പണിക്കിരിക്കുക കാരണം കൊണ്ട് നമ്മളിപ്പോൾ പണിക്ക് പോകണമെങ്കിലും എല്ലാ ആൾക്കാരെയും അറിയില്ല. പേര് പറഞ്ഞാലും ശരി അറിയില്ല, എല്ലാവരുടെയും പേരൊന്നും അറിയില്ല. അങ്ങനെ നല്ല പരിക്ക് ആൾക്കുണ്ടെന്നാ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കുറേ കാലമായി അവർ ഈ പണി തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ മരുന്ന് അപകടമില്ലാത്ത മരുന്നാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കാരണം അങ്ങനെ ഒരു ഞങ്ങൾക്ക് പണിക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നാട്ടുകാരൊക്കെ ഞങ്ങളെ ചീത്ത പറഞ്ഞിരുന്നു, ഈ മരുന്ന് പണിക്കല്ലേ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പേടിയും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പരമാവധി ചെറിയ പണികൾ എന്ന് പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത പണി, ഇരുന്നിട്ട് പണിയണമെന്ന് മാത്രം, അല്ലാണ്ട് വേറെ ഭാരമുള്ള പണികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമുള്ള പണികളൊക്കെ ആയിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പടക്കത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. ഞാൻ ചെവിയിലപ്പോൾ വിരലിടും, അങ്ങനെയാ ആദ്യം. ഒരു പൊട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനൊക്കെ വിറച്ചു തുടങ്ങിയോളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. രക്ഷപ്പെട്ടാലും നമ്മുടെ കൂടെയുള്ളവർക്ക് പറ്റിയെന്ന് പറയുമ്പോൾ അതാണ് ഇപ്പൊ കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു അങ്ങനെ ഒരു സന്തോഷിക്കാൻ പറ്റണ്ടേ. ഇതേപോലെ ഇങ്ങനെ തൊട്ടടുത്തിട്ട് നമ്മളിരിക്കണ പോലെ തൊട്ടടുത്തിരുന്നിട്ട് പണിയണ ആൾക്കാരാ കുറച്ചൊക്കെ പോയത്. കുറച്ച് ആൾക്കാരുടെയൊക്കെ മുഖം ഇങ്ങനെ അറിയുന്നുണ്ട്, പിന്നെ ഓരോ ആൾക്കാരുടെ അറിയില്ല. ഒരു കുട്ടി ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് പോയതാ. പോയിട്ട് കാര്യമില്ല, അവിടെ ഉണ്ടാവൂല്ല ഇനി പണിയിപ്പിക്കാനുള്ള ആൾക്കാരും അവിടെ ഇല്ല. ഇനി ആൾക്കാരും സമ്മതിക്കില്ല. എന്നുവെച്ചാൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ജനലയുടെ ചില്ല് പൊട്ടില്ല, അപകടങ്ങളൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഇനി എല്ലാവരും എതിർക്കൂലോ അതിനെ പറ്റി. ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലല്ല, നാട്ടുകാർ പറഞ്ഞേക്കില്ല.
രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തേക്കാൾ ഒപ്പമുള്ള നഷ്ടമായതിൻ്റെ വേദനയാണ് അവർ പങ്കുവയ്ക്കുന്നത്. മറ്റുള്ളവരെ വിഷമം കൊണ്ട് ആശ്വസിക്കാൻ പറ്റണില്ല. അവരുടെ ദുഃഖം ഒരു വീട്ടിലല്ലെങ്കിൽ ഒരു കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങൾ പണം തരുന്നതാണ്. അപ്പോൾ അവര് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പം അങ്ങനെ കണ്ട ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ പോയി എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പൊട്ടിത്തെറിച്ച് പോവാന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള മനുഷ്യന്മാരല്ലേ. ആരായാലും ഇതിനപ്പുറം നമുക്കൊന്നും അവരോട് ചോദിക്കാനുമില്ല, പറയാനുമില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.